ിടയിൽ വലിയ സംഘർഷം ഉണ്ടാവുകയാണ്. കുടിയൊഴിപ്പിക്കൽ തടയാൻ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഒരു സംഘർഷ സാഹചര്യം നമ്മൾ ഈ സർക്കാർ വന്നതിന് ശേഷം കാണുന്ന ഒരു സംഘർഷ സാഹചര്യമാണ്. കുടിയൊഴിപ്പിക്കാൻ പോലീസ് ബലം പ്രയോഗിക്കുന്നു. എന്താണ് വിവരം? യുഡിഎഫ് സർക്കാർ വന്നതിന് ശേഷം ആദ്യം കാണുന്ന ഒരു വലിയ സംഘർഷ അന്തരീക്ഷം. സർക്കാർ അധികാരമേറ്റിട്ടുള്ള വലിയൊരു സംഘർഷ സാഹചര്യമാണ്. എന്താണ് അതിന്റെ പിന്നിൽ എന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എറണാകുളം പാരിയത്തുകാവിലാണ് സംഘർഷം ഉണ്ടാകുന്നത്. കുടിയൊഴിപ്പിക്കലിനിടയിലാണ് സംഘർഷാവസ്ഥ. കുടിയൊഴിപ്പിക്കൽ തടയാൻ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ രംഗത്തുണ്ട്. എന്താണ് അരുൺ ശങ്കർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്? പോലീസ് ബലം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചത് അരുൺ ശങ്കർ ഉണ്ട്. അരുൺ, എന്താണ് സാഹചര്യം? എങ്ങനെയാണ് അങ്ങനെ സമരം ഉണ്ടായത്? സമരത്തിലെ സാഹചര്യം എന്താണ്? ഇങ്ങനെ പ്രതിഷേധം വന്നത് എന്താണ്? ഒരു സ്വകാര്യ വ്യക്തി നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പാരിയത്തുകാവിലെ 1.2 ഏക്കറിൽ താമസിക്കുന്ന 8 ദലിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കണമെന്നുള്ള ഉത്തരവ് കോടതി ഇട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് നടപ്പിലാക്കാനാണ് പോലീസ് വൻ സന്നാഹങ്ങളുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അപേക്ഷ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് പോലീസ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. 2 പേർ ഡീസൽ ശരീരത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് വീണ്ടും പോലീസ് ഇവരെ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത്. ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിച്ചു. അതിനുശേഷമാണ് സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും ഒക്കെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടക്കുന്നത്. അഭിഭാഷക കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 14 തവണയും സമാനമായ അന്തരീക്ഷങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ തന്നെ അഭിഭാഷക കമ്മീഷനും പോലീസും പിന്മാറുന്നുണ്ടായിരുന്നു പ്രതിഷേധത്തെ തുടർന്ന്. എന്നാൽ ഇക്കുറി വൻ സന്നാഹങ്ങളുമായി എത്തിക്കൊണ്ട് ഈ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് മാറ്റി ഈ പാരിയത്തുകാവിലെ 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീടുകളിലേക്കുള്ള വഴിയിൽ പ്രതിഷേധിക്കുന്ന പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. അവരെ ശക്തമായി തന്നെ ബലം പ്രയോഗിച്ച് അവരെ കസ്റ്റഡിയെടുത്ത് നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവർ പിന്മാറാൻ തയ്യാറാകാതിരുന്നപ്പോൾ ഇവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വൈദ്യുതി വിഭാഗം, KCB ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ആരോഗ്യ വിഭാഗം ഉൾപ്പെടെ അങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നും ആൾക്കാർ ഇവിടെയുണ്ട്. അവരിവിടെ കൊണ്ടുവന്ന് എല്ലാം സജ്ജമാക്കി നിർത്തിയതിനു ശേഷമാണ് പോലീസ് ഇപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തന്നെ കസ്റ്റഡിയെടുത്ത് നീക്കുന്നത്. പോലീസ് ഇപ്പോൾ ആ പ്രതിഷേധക്കാരെ പൂർണ്ണമായിട്ടും തള്ളി മാറ്റിക്കൊണ്ട് ഈ പാരിയത്തുകാവിലാണ് ഇങ്ങനെ ഒരു ദൃശ്യം നമ്മൾ കണ്ടത്. വാഴക്കുളം പാരിയത്തുകാവിലാണ് ഈ ഒഴിപ്പിക്കൽ നടക്കുന്നത്. 8 കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള കോടതി ഉത്തരവിന്റെ തുടർച്ചയുടെ നടപടിയാണ്. പക്ഷേ അത് പുതിയ സർക്കാരിനെ സംബന്ധിച്ച് അത്ര സുഖകരമായൊരു ദൃശ്യമായിരിക്കില്ല ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇപ്പോൾ അവിടെ ഒരു നടപടി ഉണ്ടാകുന്നു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ രംഗത്തുണ്ട്. CPM-ന്റെ കൊടിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമൊക്കെ അതൊക്കെ സ്വാഭാവികമാണ് പ്രാദേശികമായി. പക്ഷേ പുതിയ സർക്കാരിനെ സംബന്ധിച്ച് അത്ര നല്ലൊരു ദൃശ്യമല്ല ഈ വരുന്നത്. ആദ്യമായാണ് പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇനി പോലീസ് നടപടിയുടെ ദൃശ്യം വരുന്നത്. എറണാകുളം വാഴക്കുളം പാരിയത്തുകാവിലാണ് കുടിയൊഴിക്കൽ. അതിൻ്റെയാണ് സംഘർഷം ഉണ്ടാകുന്നത്. നേരത്തെ പലതവണ കോടതി ഉത്തരവ് പ്രകാരം അവിടെ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. നടപടികൾ താൽക്കാലികമായി അവസാനിപ്പിച്ച് അഭിഭാഷക കമ്മീഷൻ മടങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു പോലീസിന്റെ ബലപ്രയോഗത്തിൽ നടപടിയിലേക്ക് പോകുന്നു. അതിന്റെ സാഹചര്യം എന്താണ് എന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തത ഉണ്ടാകേണ്ടതുമുണ്ട്. അരുൺ ശങ്കർ ഉണ്ട്. അരുൺ, ഇപ്പോൾ പലതവണ അവിടെ വന്നു. പോലീസ് ഈ കോടതി ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിന്റെ സന്നാഹം ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിഷേധ സാഹചര്യത്തിൽ നടപടികൾ താൽക്കാലികമായി അവസാനിപ്പിച്ച് അഭിഭാഷക കമ്മീഷൻ പിൻവാങ്ങുന്നതുമാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴെന്താണ് പ്രത്യേകമായൊരു മാറ്റം? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? എന്താണ് സംഭവിക്കുന്നത്?
രതീഷ്, ഇക്കാര്യത്തിൽ ഒരു കോടതിയലക്ഷ്യ നടപടി പോലീസ് നേരിടേണ്ടി വരുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം ഈ ഉത്തരവ് നടപ്പിലാക്കാത്തതിനെ തുടർന്ന് 14 തവണ ഈ ഉത്തരവ് നടപ്പിലാക്കാത്തതിനെ തുടർന്ന് കോടതിയിൽ നിന്ന് കോടതിയലക്ഷ്യ നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം പോലീസിന് കിട്ടിയിരുന്നു ഈ ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ. അതുകൊണ്ട് കൂടി തന്നെയാണ് പോലീസ് ഇത്ര വലിയ സന്നാഹങ്ങളുമായി എത്തിക്കൊണ്ട് ഈ ഉത്തരവ് നടപ്പിലാക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഒരു വീട് മാത്രമായിരിക്കാം അവർ ഇങ്ങനെ കുടിയൊഴിപ്പിക്കാൻ പോകുന്നത്. ഈ 8 കുടുംബങ്ങളിൽ ഒരു കുടുംബം ഒരു വീട്ടിലില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു താമസമുള്ളതാ അവന്റെ അച്ഛനും അമ്മയല്ല, അവനും അമ്മ ഇവിടെ ഉള്ളതാ, അവര് താമസമുള്ളതാ. ഇവിടെ ആർക്കുണ്ട് തോളയൊക്കെ? അവരുടെ മോളുണ്ട്, ആ മോൾക്ക് ഭർത്താവുണ്ട്, 2 ചെറിയ കൊച്ചുങ്ങളുണ്ട്. ഇവിടെ ആരും താമസമില്ല എന്ന് പറഞ്ഞാരാ? മിഥുൻപിക്കാന്ന് പറഞ്ഞ ഈ വീടിന് ആര് പറഞ്ഞ ഈ വീട്ടില് മിനിന്ന് പറഞ്ഞ താമസക്കാര് മിഥുൻപിക്കാവും ഇവിടുത്തെ താമസം. മിഥുന ചേച്ചി 2 പിള്ളേര് അവരാ കെട്ടുവാൻ എല്ലാം ഇവിടെ താമസിക്കണേ. താമസമില്ലാതെ അങ്ങനെ പറഞ്ഞ ഒരു പുള്ളി പറഞ്ഞ വിശ്വസിക്കണേ. ഈ എന്തോരം ആൾക്കാരെ തല്ലണേ നിങ്ങള്? ഞങ്ങള് കുറച്ചു പേരുള്ളൂ. അതിൽ ഒരാൾക്ക് 5 പേര് പോലീസ്, എന്തോരം പോലീസ് ഞങ്ങളെ തല്ലാൻ വേണ്ടി വേണ്ട. ഞങ്ങളെന്തോരം വില പിടിച്ചുകൊണ്ട് പോയാ ഒരു ദുഃഖകരമായ കാഴ്ചയാണ്. കാരണം ഇവരെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുകയാണ്. അവർ അതിനോട് വൈകാരികമായി തന്നെയാണ് പ്രതികരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഇവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചു കഴിഞ്ഞാൽ പോകാൻ മറ്റ് സ്ഥലങ്ങളില്ല എന്നുള്ളതാണ്. കാരണം തലമുറകളായി തന്നെ ഇവർ താമസിക്കുന്നതാണ്. ഇവിടെ 3, 4, 5 തലമുറകളായിട്ട് താമസിക്കുന്നതാണ് ഈ കൂട്ടരെല്ലാം തന്നെ. 8ഓളം കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്നാൽ അവരെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കും, കോടതി ഉത്തരവ് നടപ്പിലാക്കിയേ മതിയാകൂ എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു വീട്ടിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. സ്ത്രീകളും അതോടൊപ്പം തന്നെ പുരുഷന്മാരും ഈ ഉത്തരവ് നടപ്പിലാക്കുന്ന തടയാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പോലീസിനെ അവർ തടയുകയാണ്. സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ച് അതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അവർ ഇന്നിപ്പോൾ ഇവിടെ ഈ വീടുകളിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ പെരുവഴിയിലാകുന്ന ഒരു ക്ലിക്കിൽ ഓപ്പൺ, ഒരു ക്ലിക്കിൽ ക്ലോസ്. OPCS20 1 ക്ലിക്ക് വണ്ടർ. ചെയ്തു. അതുകൊണ്ട് അവരിവിടെ തടസ്സം ചെയ്തുകൊണ്ടാണ്. ഇനി ആ തടസ്സം നീക്കാനായിട്ട് ഭരണവും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഭരണവും ഇതും തമ്മിൽ യാതൊരു മാത്രം നടപ്പാക്കും. അത് നടപ്പാക്കാൻ ഇവിടെ തടസ്സം ചെയ്തിട്ടാണ്. അവിടെ തടസ്സം ചെയ്തിട്ടാണ്. ഒരു സ്ത്രീയെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. സ്ത്രീയെ കൊണ്ടുവന്നു അവർ തളർന്നു വീണതിനെ പ്രതിഷേധത്തിന് തളർന്നു വീണതിനെ തുടർന്ന് ഒരു പ്രായമായ സ്ത്രീയെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ബോധം രഹിതയായി വീണു. സ്ത്രീകൾ വളരെ വൈകാരികമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പലരും തളർന്നു വീഴുന്ന സാഹചര്യമാണ്. ഒരുപക്ഷെ ഈ പോലീസ് വാഹനത്തിൽ തന്നെ അവരെ കൊണ്ടുപോകുമെന്ന് തോന്നുന്നു. ഇത്തരത്തിലുള്ള വൈകാരിക രംഗങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യത്വപരമായ ഒരു സമീപനം അവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അവകാശ കമ്മീഷൻ നിയമം നടപ്പിലാക്കാനുള്ള വ്യക്തിയാണെങ്കിൽ കൂടി ഇത്തരം രംഗങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യത്വ സമീപനം ഉണ്ടാകണം. ആ ഭൂമി അവിടെ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകില്ല. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയെന്നാണല്ലോ നമ്മൾ അറിയിക്കുന്നത്. ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയെങ്കിൽ ആ നിർദ്ദേശം താഴെത്തട്ടിൽ നടപ്പായില്ലേ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഈ നടപടികൾ നിർത്തിവെച്ചോ? തീർച്ചയായിട്ടും രതീഷ്, ആ നടപടി നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ എസ്.പിയുടെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ പെരുമ്പാവൂർ DPSPയുടെ ചുമതലയുള്ള അലക്സിന് ആ നിർദ്ദേശം നൽകി. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ അവരിവിടെ നിന്ന് പിന്മാറുക കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ വീടുകളിൽ നിന്ന് പോലീസ് പൂർണ്ണമായിട്ടും പിന്മാറിയിട്ടുണ്ട്. അതിനിടയിലാണ് ഒരു സ്ത്രീ കുഴഞ്ഞു വീണത്. അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് കാണുന്നത്. നിരവധി സ്ത്രീകളാണ് ഈ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമത്തെ തടുത്തത്. 2 വീടുകളിൽ നോട്ടീസ് പതിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ആ ശ്രമത്തെ ഈ സ്ത്രീകൾ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അതിനിടയിലാണ് ഒരു സ്ത്രീക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയും അവരെ ഇപ്പോൾ പോലീസ് വാഹനത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അസ്വാസ്ഥ്യമുണ്ടായവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. പോലീസ് നടപടി നിർത്തി എന്നത് വളരെ ആശ്വാസകരമായ ഒന്നാണ്. സർക്കാർ അധികാരമേറ്റതിനു ശേഷം, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ ചുമതലയ ശേഷം, പുതിയ സർക്കാർ വന്ന ശേഷം സർക്കാരിന്റെ ഗ്രേസ് കുറയ്ക്കുന്ന തരത്തിലൊരു പോലീസ് നടപടി അവിടെ ഉണ്ടാകുന്നു എന്നത് നമ്മൾ കാണാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ സ്ത്രീകൾക്കെതിരെ ഇതാണോ സർക്കാരിന്റെ നിലപാട്? കുടിയൊഴിപ്പിക്കലിൽ ഇതാണോ സർക്കാർ നിലപാട് എന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായി പൊതുജനസാമാന്യം ഉന്നയിക്കും. അത് സ്വാഭാവികമാണ്. അവിടെ പോലീസിന്റെ നടപടി ഉണ്ടായത് ഏത് സാഹചര്യത്തിലാണ്? ഇപ്പോൾ കോടതിയെ ലക്ഷ്യമാണ്. 14 തവണ വന്ന് മടങ്ങിപ്പോയി, ഇപ്പോൾ വീണ്ടും വന്നു. അവകാശ കമ്മീഷന്റെ ഇന്നത്തെ ഈ താല്പര്യത്തിന്റെ പിന്നിൽ എന്താണ് എന്ന കാര്യത്തിലൊക്കെ കുറെ കൂടി വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. എന്താണ് സംഭവിക്കുന്ന കാര്യത്തിൽ? അതല്ല ഇതാണോ സർക്കാർ താല്പര്യം എന്ന കാര്യത്തിലും വ്യക്തത ഉണ്ടാകേണ്ടത്. അതല്ല താല്പര്യം എന്ന നിലയിലാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്
നടപടി ഇപ്പോൾ വേണ്ട എന്ന ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പോലീസ് മടങ്ങുകയാണ്. വലിയൊരു സംഘർഷാന്തരീക്ഷമായിരുന്നു. മാതൃഭൂമി ന്യൂസ് ആ ദൃശ്യങ്ങൾ നൽകിയതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ഭൂമിത്തർക്കമാണ്, 8 കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട ഭൂമിത്തർക്കമാണ്. കോടതി ആ കുടുംബങ്ങൾക്കെതിരായ വിധിയാണ് ഉത്തരവിന്റെ ഭാഗമായി പുറത്തു വന്നത്. കോടതി നിലപാട് ആ നിലയിലായിരുന്നു, കുടിയൊഴിപ്പിക്കണം എന്ന നിലപാടായിരുന്നു. പക്ഷേ പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിൽ കുടിയൊഴിപ്പിക്കൽ ഉണ്ടായില്ല. ഇപ്പോൾ വീണ്ടും പോലീസ് വന്ന സാഹചര്യം എന്താണ് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പുതിയ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം ഉണ്ടാകേണ്ടത് സ്വാഭാവികമായും അനിവാര്യമായി വരികയാണ്. പക്ഷേ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ ഈ ദൃശ്യങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിഷയത്തിൽ ഇടപെട്ടു. നടപടികൾ നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകി. അതിന്റെ ഭാഗമായി ഇപ്പോൾ ബലപ്രയോഗം അവിടെ കാണുന്നില്ല. അരുൺ ശങ്കർ തുടർന്ന്. അരുൺ, പക്ഷേ എങ്കിലും ആളുകൾക്ക് വലിയ ആശങ്കയില്ലേ, എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും? അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉപായം അവർ പറയുന്നുണ്ടോ? ഈ അഭിഭാഷക കമ്മീഷൻ വളരെ ഒരു കനത്ത സ്റ്റാൻഡ് സ്വീകരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ഒരു കാർക്കശ്യം നിറഞ്ഞ സ്റ്റാൻഡാണ് അഭിഭാഷക കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കുറച്ച് വൈകാരികമായി തന്നെ അദ്ദേഹം അതിനകത്ത് പ്രതികരിക്കുകയാണ് ചെയ്തത്. അതായത് ഭൂമി ഏറ്റെടുക്കുന്നത് അത് നിയമം നടപ്പിലാക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും ആ സ്ത്രീകളുടെ ആശങ്ക ഒഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം സ്ത്രീകളുടെ അവരെ സംബന്ധിച്ച് ഇത് ഇപ്പോൾ ഒഴിഞ്ഞു പോയാലും പിന്നീടും പോലീസ് എത്തുമെന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ ചില സ്ത്രീകൾ ദേഹാസ്വാസ്ഥ്യം മൂലം നമുക്ക് അവരോട് തന്നെ ഇക്കാര്യങ്ങൾ ചോദിച്ച് അറിയാൻ തോന്നുന്നു. ഞങ്ങളൊക്കെ പിടിച്ച് തള്ളി അവിടെ തള്ളി ഉന്തി താഴേക്കിട്ട് ഞങ്ങളൊരു വിധത്തിൽ അടിയിട്ട് കൊച്ചിച്ചൻ ഞങ്ങളുടെ അച്ഛന്റെ അനിയൻ കൊച്ചിച്ചനെ നെഞ്ചിനിട്ട് ചവിട്ടി കാരണത്തിനാണ് പുള്ളി ഹാർട്ട് പേഷ്യന്റാ. അതിനെന്തെങ്കിലും സംഭവിച്ച ഒരു ഉത്തരം പറയേണ്ടത് ഇനി വരുമെന്ന് തോന്നുന്നുണ്ട്. എന്താണ് വന്നാലും ഞങ്ങൾ തന്നെ നിലപാട് ഞങ്ങൾ എവിടെ പോകും? ഞങ്ങളൊക്കെ ഒരു സ്ഥലമില്ല പോവാൻ. ഞങ്ങൾ ഈ നിലപാട് തന്നെ സ്വീകരിക്കും. സർക്കാരിനോട് പറയാനുള്ളത് ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കണം. അവയ്യാക്കടെ അല്ല സ്ഥലം, ഞങ്ങളുടെ അല്ല സ്ഥലം. പക്ഷേ ഈ സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് ഞങ്ങൾക്ക് പുനരധിവാസത്തിനുള്ള സൗകര്യം ഒരുക്കി തന്നിട്ട് ഞങ്ങൾക്ക് വീടും സ്ഥലവും തരട്ടെ. ഞങ്ങൾ ഇറങ്ങി തരാം. അല്ല ഞങ്ങൾ ചേർന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരും മോന്റെ കൈയുടെ ഓരത്തിന്റെ അടിച്ചിട്ടുണ്ട്. മോന്റെ അതെ അതെ എന്റെ കൊച്ചിന്റെ കാല് ചവിട്ടി കൂട്ടിയതേ. കാല് അടിച്ചെടുത്തേ. കാല് ചവിട്ടിയതേ. കുട്ടിയുടെ കാലിൽ കൂട്ടിട്ട് ചവിട്ടിയിട്ടുണ്ട്. അതാണ് ചോര വരുന്നത്. കാണാം. അച്ഛന്റെ അനിയനെ ഇവിടെ ചവിട്ടി കൂട്ടി. അതിന് സൗകര്യമില്ലാത്തതാണ് എന്റെ പോലെ സാറേ. ഞങ്ങളുടെ കൊച്ചിനെ ചവിട്ടി കൂട്ടി. അയ്യോ ചെയ്തതായിട്ടില്ല. അച്ഛനെ നെഞ്ചത്തിട്ട് ചവിട്ടി മോത്തിട്ട് അടിച്ച് അതൊക്കെയാണ് ചെയ്തത്. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ ആരും ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടുമില്ല. അത് വെറുതെ ഉള്ളു പോകുന്നു. അങ്ങനെയാണോ പറയണേ? രാവിലെ തൊട്ട് ഇവര് തന്നെ പറയുന്നത് ഇങ്ങോട്ട് കയറണില്ല. ഈ ഓരോ വീടുകളിലും പോലീസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കയറി നിൽക്കല്ലായിരുന്നു. എന്നിട്ട് അവര് പറയണേ ഞങ്ങൾ കയറൂല. അപ്പൊ എന്താ വേണേ? അവിടെ ഇട്ട് നിലത്തിട്ട് ചവിട്ടിയിട്ടുണ്ടല്ലോ എന്റെ കൈ. രണ്ട് വീട് സീലിയനായിട്ട് പോലീസ് വന്നു. അവർ ചെയ്തില്ല. ഇല്ല, ഞങ്ങൾ ചെയ്യിച്ചില്ല. ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ ചെയ്യാൻ സമ്മതിച്ചു. നിങ്ങളെ അമ്മ മർദ്ദിച്ചോ? കാലേലും കയ്യേലും ഒക്കെ വലിച്ചു പിടിച്ചിട്ടാണ് ഒരു താറ്റിനെയും രക്തത്തിലാ കൊണ്ടുപോയേക്കണേ. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ മനുഷ്യനാണ് ഇപ്പൊ അടിയില്ലാത്തത്. കാലയിലാണ് ഈ കമ്പി ഇട്ടേക്കുക. എവിടെ കൊണ്ടുപോയി? എങ്ങോട്ട് കൊണ്ടുപോയേക്കണെന്ന ഈ നരാധമന്മാര് കൊണ്ടുപോയേക്കണല്ലേ? ആരോടെ ചോദിക്കണേ? ഇവരിങ്ങനെ വലിച്ചടിച്ച് കൊണ്ടുപോയേക്കല്ലേ? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ാണോ എന്താണെന്ന് അറിയില്ല. പോലീസുകാരാണ് ഈ വലിച്ച് ചവിട്ടി കൂട്ടിയെടുത്തും പോയേക്കണേ. എത്ര പേരെ കൊണ്ടുപോയി? എങ്ങനെയൊക്കെ ആരെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചേച്ചിയെ കൊണ്ടുപോയി. കുഴഞ്ഞു വീണേ 2 പേര് കുഴഞ്ഞു വീണിട്ടുണ്ട്. അവര് 2 പേരും കൊണ്ടുപോയിട്ട് അച്ഛനല്ലാണ്ട് ഈ പോലീസുകാർ 2 കാലേലും കയ്യേലും ഒക്കെ തൂക്കി പിടിച്ചാണ് പോയത്. ആ മനുഷ്യനാണെങ്കിൽ നെഞ്ചത്തിട്ടൊക്കെ ചവിട്ടിയിട്ടാണ് കൊണ്ടുപോയേക്കണത്. അതിന് തീരെ പാടില്ലാത്തതാ. കമ്പിയാണെങ്കിൽ കാലെ കമ്പിയൊക്കെ ഇട്ടേക്കണത്. ഇനി എന്ത് ചെയ്യും അതിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാല്? അവരെങ്ങോട്ടാ കൊണ്ടുപോയേക്കണെന്ന് ഞങ്ങൾക്ക് അറിയാവോ? പറയാനില്ല. അവർക്കെന്താ? അവർക്ക് വന്ന് പറയണ പണിയാണ് ചെയ്ത് അവർക്ക് പോയാൽ മതിയില്ല. വേറെ ഒന്നും ചെയ്യണ്ട. ഞങ്ങൾ അനുഭവിക്കുക, അതെല്ലാം രക്ഷയുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഒന്നും പറയാനില്ല. പോലീസ് ബലം പ്രയോഗിച്ചു, അതായത് മർദ്ദിച്ചു എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. ഒരു കുട്ടിയുടെ കാലിന്റെ നഖം ഇളകിയിട്ടുണ്ട്. ആ കുട്ടിയുടെ കാലിൽ പോലീസ് ബൂട്ടിട്ട് ചവിട്ടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ചേച്ചിയുടെ നെറ്റിക്ക് ലാത്തി വെച്ച് അടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും പ്രതിഷേധം ഉയരുകയാണ്. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ക്രൂരമായ മർദ്ദനം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ചില ആളുകളെ പോലീസ് കസ്റ്റഡി എടുത്തു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ കസ്റ്റഡി എടുത്തതല്ല, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. കാര്യം
പാരിയത്തുകാവിലുള്ള ദൃശ്യങ്ങളാണ്. അത്ര സുഖകരമല്ലാത്ത ദൃശ്യങ്ങളാണ്. പുതിയ സർക്കാരിനെ സംബന്ധിച്ച് അത്ര സുഖകരമല്ലാത്ത ദൃശ്യങ്ങളാണ് പാരിയത്തുകാവിൽ എറണാകുളത്ത് മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഉണ്ടാകുന്നത്. ഇവിടെ കുടിയൊഴിപ്പിക്കൽ നടപടികളിലേക്ക് പോലീസ് കടന്നു. എന്താണ് അതിന്റെ സാഹചര്യം എന്ന കാര്യത്തിലൊക്കെ ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം സ്വാഭാവികമായി ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ കോടതി അലക്ഷ്യ നടപടിയാണ്. നടപടി നേരിടും എന്ന സാഹചര്യത്തിൽ വന്നു എന്നാണ് അഭിഭാഷക കമ്മീഷൻ പറയുന്നത്. നേരത്തെ പലതവണ വന്നു. കുടിയൊഴിപ്പിക്കലിന് കോടതിയുടെ ഉത്തരവുണ്ട്. പക്ഷേ വന്നപ്പോഴൊക്കെ പ്രതിഷേധ സാഹചര്യം കണക്കെടുത്ത് മടങ്ങുകയായിരുന്നു. ഇന്നെന്താണ് ഇത്ര വലിയ സന്നാഹത്തോടു കൂടി വന്ന് സ്ത്രീകളെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചത്, ഒഴിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന വലിയൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. ഇന്നെന്താണ് ഇത്ര വലിയ തിടുക്കം? അത് പുതിയ സർക്കാർ വന്നുകൊണ്ടുള്ള തിടുക്കമാണ് സാധാരണ നിലയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇനി അങ്ങനെ സർക്കാരിന്റെ ഭാഗത്ത് നിർദ്ദേശമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വിശദീകരണം ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ മാതൃഭൂമി ന്യൂസിലൂടെ വാർത്ത വന്നതിന് പിന്നാലെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആഭ്യന്തരമന്ത്രി പോലീസ് നടപടി നിർത്തിവെക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ പതിറ്റാണ്ടുകൾ നീണ്ട ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട കോടതി ഇടപെടലിന്റെ തുടർച്ചയായി അഭിഭാഷക കമ്മീഷൻ ഇന്ന് വരികയും ഇങ്ങനൊരു സംഘർഷ സാഹചര്യം അവിടെ ഉണ്ടായത് എങ്ങനെ എന്ന കാര്യത്തിലും കുറെ കൂടി വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ. അരുൺ, പോലീസ് പരിപൂർണമായി പിൻവാങ്ങിയോ? ഈ പോലീസ് നടപടി എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയുമോ? ആ നിലയിൽ ആർക്കെങ്കിലും പരിക്കുണ്ടോ? അതോ ഈ പ്രശ്നങ്ങൾക്കിടയിൽ കുഴഞ്ഞു വീണവരെയാണോ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്? അതോ പോലീസ് നടപടിയിൽ പരിക്കുണ്ടോ? പോലീസ് നടപടിയിൽ പരിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾ പറയുന്നത്. ഒരു കുട്ടിയുടെ കാലിന്റെ നഖം ഇളകിയിട്ടുണ്ട്. പോലീസ് ബൂട്ട് വെച്ച് ചവിട്ടിയതാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രായമായ സ്ത്രീയുടെ നെറ്റിയിൽ മുഴയുണ്ട്. അതിൽ ആത്തി വെച്ച് അടിച്ചതാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പിടിവലിയിൽ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള 2 സ്ത്രീകൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. പക്ഷേ സ്ത്രീകൾ പറയുന്നത് എവിടെയാണെന്നുള്ളത് അറിയുന്നില്ല എന്നുള്ളതാണ്. അവരെ കസ്റ്റഡി എടുത്തു എന്നും പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ സ്ത്രീകൾ ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടി അടിച്ചിട്ടുണ്ട്. വനിതാ പോലീസ് വന്നിട്ട് ഞങ്ങളൊക്കെ വലിച്ചു ചിറ്റിച്ച് നെറ്റിയെ തല്ല ഒരു പോലീസുകാരനാ, ആൺ പോലീസ്. അവിടെ അങ്ങോട്ട് നീങ്ങിപ്പോ നെറ്റിക്കടിച്ചത് ഇവിടെ ഈ വഴിയിൽ വെച്ച് എല്ലുണ്ടോ എനിക്ക് തന്നെ അസുഖമാണ്. അവള് പണിയെടുത്താ ഭർത്താവ് മരിച്ചു. അപ്പൊ 2 പിള്ളേരും പോയതാണ്. അപ്പൊ ഞാൻ തടക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് അയാളെ ആ വീട്ടിൽ നിങ്ങൾ എത്ര വർഷമായി ആ വീട്ടിൽ ജനിച്ചു വീണ് 150 വർഷം ജനിച്ചു വീണ 150 വർഷമായിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥലമാണ്. ഞങ്ങളിപ്പോ ഓടി വന്ന് കയറിയതല്ല. ഞങ്ങൾ ജനിച്ച ഭൂമിയാണ്. അത് തന്നെ ഞങ്ങൾ ജനിച്ചു വീണ മണ്ണാണിത്. ഞങ്ങളുടെ പൂർവികർ ജനിച്ചു വീണ മണ്ണാണ്. അവർ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ജീവിച്ച മണ്ണാണ്. ആ മണ്ണാണ് ഇപ്പോൾ ഏറ്റെടുക്കാനായിട്ട് പോലീസ് വന്നത് അഭിഭാഷക കമ്മീഷന്റെ നേതൃത്വത്തിൽ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. ഒന്നുകിൽ സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു തരിക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മറ്റു പുനരധിവാസം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പെരുവഴിയിലാകും. അതുകൊണ്ട് തന്നെ സർക്കാരാണ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത്. നിയമത്തിനപ്പുറത്തേക്ക് മനുഷ്യത്വപരമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. മാറ്റമുണ്ടാക്കുന്ന സർക്കാരാണ് നിലവിൽ വന്നതെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ മാറ്റം ഈ സാധാരണക്കാരായ ജനങ്ങൾക്കും കൂടെ അനുഭവവേദ്യമാകണമെന്നുള്ളതാണ്. കാരണം ഇവരാണ് അടിസ്ഥാന വർഗ്ഗം എന്ന് പറയുന്നത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട 8ഓളം കുടുംബങ്ങളാണ് കുടിയേർക്കൽ ഭീഷണി നേരിടുന്നത്. ഈ അടിസ്ഥാന വിഭാഗത്തിന് ആ ഭരണത്തിന്റെ സ്പർശനം ഉണ്ടാകണം. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. ആ മാറ്റത്തിന് വേണ്ടി സർക്കാർ ഇടപെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയാണ് നിലവിലുള്ളത്. എന്തായാലും തൽക്കാലത്തേക്ക് ഈ ഒരു പ്രതിസന്ധി ഒഴിവായിട്ടുണ്ട്. കാരണം സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പോലീസിനോട് പിന്മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കോടതി തുടർന്ന് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കോടതിയെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പരിഹാരത്തിലേക്ക് സർക്കാർ കടക്കണമെന്നുള്ളതാണ് ആവശ്യം. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിഷയത്തിൽ ഇടപെട്ടു. സാധാരണ നിലയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന് സംഭവിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ ആദ്യ ദിനങ്ങളാണ്. അതിനിടയിലാണ് കേരളത്തിൽ ഒരു കുടിയൊഴിപ്പിക്കൽ എന്ന പ്രശ്നം വരുന്നത്, പോലീസ് നടപടി ഉണ്ടാകുന്നത്. പല പോലീസ് നടപടികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം നടപടികളെ അതിനിശ്ചിതമായി കേരളീയ സമൂഹമാകെ വിമർശിച്ചിട്ടുമുണ്ട്. ഇത്തരം പോലീസ് നടപടികൾ ഈ ആധുനിക കാലത്ത് ഒരു സർക്കാരിനും ഭൂഷണമല്ല എന്ന സാഹചര്യം എല്ലാവർക്കും, അതിപ്പോൾ ഭരണതലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും, ആഭ്യന്തരമന്ത്രിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അറിയുന്നതുമാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെ ഒരു പോലീസ് നടപടി ഉണ്ടായി എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിൽക്കുന്നു. അക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ എങ്ങനെ ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ, എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന കാര്യത്തിലുള്ള പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പാരിയത്തുകാവിലാണ്, എറണാകുളത്താണ് ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടായത്. കോടതി ഉത്തരവുണ്ട്, അത് ശരിയാണ്. നിയമപരമായി അവരെ കുടിയൊഴിപ്പിക്കേണ്ടതുണ്ട് എന്ന കോടതിയുടെ ഉത്തരവ് നിൽക്കുമ്പോഴും പക്ഷേ പോലീസ് നടപടിയിലേക്ക് അപ്രതീക്ഷിതമായി കിടന്ന സാഹചര്യം എന്താണ്? അതോ ഇത് നേരത്തെ നിശ്ചയിച്ചതാണോ, അവരെ അറിയിച്ചതാണോ, നോട്ടീസ് നൽകിയതാണോ? ഇപ്പോൾ നേരത്തെ പാരിയത്തുകാവിൽ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി എത്തിയപ്പോൾ നോട്ടീസ് നൽകിയില്ല എന്ന് അവിടെയുള്ള കുടുംബങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ
അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പോലീസ് നടപടി അവിടെ ഉണ്ടായത്? ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പോലീസ് നടപടിയാണ്. മാറിയ കാലത്ത് മാറും കേരളം എന്ന് UDF പറയുമ്പോൾ, പുതിയ സർക്കാർ വരുമ്പോൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പോലീസ് നടപടിയാണ്. അങ്ങനെ ഒരു പോലീസ് നടപടി എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിഷയത്തിൽ ഇടപെട്ടു. അടിയന്തരമായി പോലീസ് നടപടി നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ സ്വിച്ചിട്ടതുപോലെ തന്നെ അപ്പോൾ തന്നെ ആ നടപടി നിർത്തിവെക്കപ്പെടുന്നതും നമ്മൾ കണ്ടതാണ്. പോലീസ് പിൻവാങ്ങിയിട്ടുണ്ട്. നേരത്തെയുള്ള ദൃശ്യമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതേസമയം പോലീസിന്റെ ഇടപെടൽ എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ നടപടിയിലേക്ക് പോയത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത സർക്കാരിന്റെ ഭാഗത്ത് ഉൾപ്പെടെ ഉണ്ടാകേണ്ടതുണ്ട്. കോടതിയുടെ നിർദ്ദേശം പാലിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ 14 തവണയും മടങ്ങിപ്പോയ പോലീസ് ഇന്നിങ്ങനെ ഒരു നടപടിയിലേക്ക് പോയ സാഹചര്യം എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം ഉൾപ്പെടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന നിലയിൽ കൂടിയാണല്ലോ ഇന്നത്തെ മന്ത്രിസഭാ യോഗം സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയ ആളുകൾക്കെതിരായ കേസുകൾ നിയമപരമായി പരിശോധിച്ച് അക്കാര്യത്തിൽ ആ കേസുകൾ പിൻവലിക്കണം എന്ന സർക്കാരിന്റെ ശുപാർശയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമാണ് എങ്ങനെ ഇങ്ങനൊരു പോലീസ് നടപടി ഉണ്ടായി, എങ്ങനെ ഈ 8 കുടുംബങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ആ പ്രശ്നം പരിഹരിക്കുകയാണല്ലോ ഏറ്റവും പ്രധാനം. അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും, പുതിയ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നും വളരെ പ്രധാനമാണ്. നമ്മുടെ വാർത്ത കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിഷയത്തിൽ ഇടപെട്ട് പോലീസ് നടപടി നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയത്. വളരെ വേഗത്തിൽ തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.